ഏവർക്കും ഹാജാസ് ക്ലാസ്സസിന്റെ മെം സീരീസിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പഴഞ്ചൊല്ല് തർജിമ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ കേരള PSCക്ക് നമ്മൾ പഠിക്കുന്ന ഒരു പോർഷനാണ് തർജിമ എന്ന് പറയുന്നത്. പഴഞ്ചൊല്ല് എന്ന് പറയുന്നൊരു പോർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, തീർന്നു അല്ലേ. ഇനി തർജിമ എന്ന് പറയുന്ന ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പരിഭാഷ, തർജിമ എന്നൊക്കെ പറയുന്ന ഒരു സാധനം നമുക്ക് പഠിക്കാനുണ്ട്, ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് പഴഞ്ചൊല്ലുകളുടെ തർജിമ എന്ന് പറയുന്നത്. തർജുമ എന്നും തർജമ എന്നും പറയും കേട്ടോ. അപ്പൊ ഞാനിത് തർജുമ എന്നല്ലേ പറയുന്നത്, തർജുമ എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. തർജുമ, തർജമ, പരിഭാഷ, ഭാഷാന്തരണം, ഇങ്ങനെയൊക്കെ പല 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 പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വസ്തുവാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാൻസ്ലേഷനകത്ത് ഏറ്റവും കൂടുതലായിട്ട് PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ്, ഒരു പോർഷനാണ് ഈ പഴഞ്ചൊല്ലുകളുടെ തർജ്ജമ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചേ തീരത്തുള്ളൂ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് പഠിച്ചാൽ തന്നെ പരിഭാഷയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ അത് പഠിക്കാം നമുക്ക്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. വരൂ, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല, വരൂ. ശരി, നോക്കിക്കേ. എ ബേൺ ചൈൽഡ് dreads the fire. എന്താണ്? എ ബേൺഡ് ചൈൽഡ് dreads the fire. പൊള്ളലേറ്റ കുട്ടി തീ കണ്ടാ പേടിക്കും എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു പഴഞ്ചൊല്ല് മലയാള ഭാഷയിലുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു മുന്നനുഭവം കാരണം, ഒരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുന്നു, വീണ്ടും വീണ്ടും ആ അനുഭവത്തെ നേരിടേണ്ടി വരുമ്പോൾ അതിനോടുണ്ടാകുന്ന ഭയത്തെ സൂചിപ്പിക്കാനാണ് ഈ പഴഞ്ചൊല്ല് ഉപയോഗിക്കുക. എ ബേൺഡ് ചൈൽഡ് dreads the fire എന്ന് പറയുന്നത് എന്താണ്? പൊള്ളലേറ്റ കുട്ടിക്ക് തീ കാണുമ്പോഴുണ്ടാകുന്ന ഭയം. ഇതിന് സമാനമായ ഒരു പഴഞ്ചൊല്ല് മലയാളത്തിലുണ്ട്. എന്താണ് ആ പഴഞ്ചൊല്ല്? തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച എന്ത് കണ്ടാലാ പേടിക്കുക? പച്ചവെള്ളം കണ്ടാലും പേടിക്കും. നമുക്ക് എന്താണ്, ചില സ്ഥലങ്ങൾ, ചില ആൾക്കാരിൽ നിന്നൊക്കെ മോശപ്പെട്ട അനുഭവം ഉണ്ടാകുന്നു. സമാനമായ സ്ഥലങ്ങളോ ആൾക്കാരെയോ കാണേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമുക്കൊരു ഉൾഭയം ഉണ്ടാകും. അതിനെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലാണ് ഇത്. അടുത്ത് നോക്കൂ. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്. എന്താണ്? കയ്യിലിരിക്കുന്ന ഒരു പക്ഷി, എന്താണ്, പൊന്തക്കാട്ടി ഇരിക്കുന്ന രണ്ട് പക്ഷികളെക്കാളും വിലയുള്ളതാണ് എന്ത്? കയ്യിലിരിക്കുന്ന ഒരു പക്ഷിക്ക്. എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാണ് വിലപ്പെട്ടത്. അതിനെ വിട്ടിട്ട് എന്തിനു വേണ്ടി പോകാൻ പാടില്ല? കിട്ടാത്തതിന്റെ പിന്നാലെ പോകാൻ പാടില്ല. ഇല്ലെങ്കിൽ ഇതിനെ അങ്ങ് വിട്ടാൽ രണ്ടെണ്ണത്തിനെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഇസ് വർത്ത് ടു ഇൻ ദ ബുഷ്. എന്താണ്? എവിടെയോ ഇരിക്കുന്ന രണ്ട് പക്ഷി, അതിനേക്കാളും വിലയുള്ളത് കയ്യിലിരിക്കുന്ന ഒരെണ്ണത്തിനാണ് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ്. എന്താണ് അതിന്റെ അർത്ഥം? കയ്യിലിരിക്കുന്നതിനെ കളഞ്ഞ് പറക്കുന്നതിനെ പിടിക്കുക. നമുക്കേ പേനയുടെ കളർ മാറ്റാം, നീലയാക്കിയാലോ? പച്ചയാക്കാം. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പഴമൊഴിയാണ് അല്ലേ? എന്താണ്? അത്യാവശ്യത്തിൽ ഉതകുന്നവനാണ്, ആവശ്യ സമയത്ത് ഉതകുന്നവനാണ് യഥാർത്ഥ ഫ്രണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ സുഹൃത്ത് എന്ന് അർത്ഥം വരുന്ന പഴമൊഴിയാണ്. നമ്മുടെ കൂടെ നടക്കുന്നയാൾ തന്നെ ആയിരിക്കണമെന്നില്ല നമ്മുടെ ഏറ്റവും മികച്ച ഫ്രണ്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഫ്രണ്ട്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഓടി വരുന്നവനാരോ അവനാണ് ആര്? യഥാർത്ഥ ഫ്രണ്ട് എന്നുള്ള അർത്ഥമാണ് ഈ പഴമൊഴിക്ക് വരിക. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള മലയാളത്തിലെ പഴമൊഴി ഏതാണ്? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഇനി അടുത്തത്, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പേനയുടെ കളർ മാറ്റി, പേനൊരു രസമില്ല. ഹണി ടങ് എ ഹേർട്ട് ഓഫ് ഗേൾ. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? പുറമേക്ക് ചിരിച്ച് കാണിച്ചിട്ട് വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിച്ചിട്ട് ഉള്ളിൽ വിഷം വെച്ചിരിക്കുന്ന ആൾക്കാരെ സൂചിപ്പിക്കുന്ന ഒരു പഴമൊഴിയാണ്. ഇതിന് സമാനമായിട്ടുള്ള ഒന്ന് മലയാളത്തിലുണ്ട്. എന്താണ്? മുമ്പേ ചിരിക്കും പിമ്പേ കത്തിവെക്കും. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്ന് പറയില്ലേ? അതിന് സമാനമായിട്ടുള്ളതാണിത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ബേൺഡ് ചൈൽഡ് dreads the fire. തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. A bird in the hands is worth two in the bush. കയ്യിലിരിക്കുന്നതിനെ കളഞ്ഞ് പറക്കുന്നതിനെ പിടിക്കുക. A friend in need is a friend indeed. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. A honey tongue, a heart of girl. എന്താണ്? മുമ്പേ ചിരിക്കും പിമ്പേ കത്തിവെക്കും. A little knowledge is dangerous thing. എന്താണ്? A little knowledge is
എ ഡേഞ്ചറസ് തിങ്. ചെറിയ അറിവ് എന്താണ്? ആപത്കരമായ കാര്യമാണ് എന്നാണ് പറയുക. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കറിയുന്ന അല്പമായ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ സമീപിച്ചാൽ അത് അപകടമായി തീരും എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് സിനിമയിലൊക്കെ കണ്ട അറിവ് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും കേടായ മെഷീനെ ശരിയാക്കാൻ പോവുകയാണ്, ഏതെങ്കിലും സിനിമയിൽ കാണിക്കുന്നത് കണ്ടിട്ട് നമ്മൾ അതേപോലെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് അതിന്റെ ശരിയായ പ്രവർത്തനം അറിയില്ല, അത് നമ്മളെ അപകടത്തിലാക്കാൻ സാധ്യതയുണ്ട്. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം നോക്കൂ. അല്പജ്ഞാനം ആപത്ത്. എന്താണ്? അല്പജ്ഞാനം ആപത്ത്. എ ലോഡഡ് വാഗൺ മേക്സ് നോ നോയ്സ്. എന്താണ്? നോ നോയ്സ്. എന്താണ്? ലോഡഡ് വാഗൺ മേക്സ് നോ നോയ്സ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക? നിറകുടം തുളുമ്പില്ല. നിറകുടം തുളുമ്പില്ല. ഇനി എ മാൻ ഈസ് നോൺ ബൈ ദ കമ്പനി ഹി കീപ്സ്. കൂടെ നടക്കുന്ന ആൾക്കാരെ കണ്ടാൽ അറിയാം എന്താണ് നമ്മൾ എങ്ങനെയുള്ള ആളാണ് എന്നുള്ളത്. എൻ്റെ കൂടെ നടക്കുന്ന വീരപ്പനാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാം ഞാൻ ഏതോ ചന്ദനക്കൊള്ളക്കാരിയാണ് എന്നുള്ളത്. ഇനി എൻ്റെ കൂടെ നടക്കുന്നത് വേറെ ഏതെങ്കിലും ഭീകരവാദിയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്കറിയാം ഇവളൊരു ഭീകരവാദിയാണ് എന്നുള്ളത്. എൻ്റെ കൂടെ നടക്കുന്ന ഒരു സംഘം പാട്ടുകാരാണെങ്കിൽ ഇവൾ ഏതോ ഭാഗവതരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മുടെ ക്യാരക്ടർ മറ്റുള്ളവർ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക എന്നർത്ഥം വരുന്ന പഴമൊഴിയാണിത്. എ മാൻ ഈസ് നോൺ ബൈ ദ കമ്പനി ഹി കീപ്സ് എന്നർത്ഥം വരുന്ന ഒരു പഴമൊഴിയാണ് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ അർത്ഥം അല്ല നമ്മുടെ മലയാളത്തിലെ പഴമൊഴി കേട്ടാൽ തോന്നുക കേട്ടോ. പക്ഷെ അർത്ഥം ഇതാണ്, നോക്കിക്കോളൂ. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. അർത്ഥം നോക്കാം. എ ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ. എന്താണ്? ഒരു പുതിയ ചൂല് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുമെന്ന്. വീടിനകമാണെങ്കിലും പുറമാണെങ്കിലും ക്ലീൻ ചെയ്യുമെന്നുള്ള അർത്ഥമാണ് വരുന്നത്. എന്താണ്? എ ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ. ഇതിന് സമാനമായിട്ടുള്ള പഴഞ്ചൊല്ല് ഏതാണ്? പുത്തനച്ചി പുരപ്പുറം തൂക്കും. പുത്തനച്ചി നോക്കിയപ്പോൾ വീടിനകമൊക്കെ തൂത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എവിടെ മാത്രമേ വൃത്തിയില്ലാതുള്ളൂ? കൂരപ്പുറത്ത് മാത്രം വൃത്തിയില്ല, അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് കരുതി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ആരംഭശൂരത്വം എന്നുള്ള ഒരു 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 ഇതാണ് അതിനകത്ത് വരിക, അർത്ഥമാണ് അതിനകത്ത് വരിക. എന്താണ്? തുടക്കത്തിലെല്ലാം ഭയങ്കര ഉത്സാഹമായിരിക്കും ചെയ്യാനേ. ഇപ്പോൾ ഒരു പുതിയ ജോലിയാണെങ്കിലും ഒരു പുതിയ കർത്തവ്യമാണെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് താമസമൊക്കെ ആണെങ്കിലും തുടങ്ങുമ്പോൾ എല്ലാം ഭയങ്കര ഉത്സാഹമായിരിക്കും. പിന്നെ എന്ത് ചെയ്യും? കുറഞ്ഞു തീരെ ഇല്ലാതായി വരും താല്പര്യം. ഒന്നുകൂടെ നോക്കാം. എ ലിറ്റിൽ നോളജ് ഇസ് എ ഡേഞ്ചറസ് തിങ്. അല്പജ്ഞാനം ആപത്ത്. പിന്നെ ലോഡഡ് വാഗൺ മേക്സ് നോ നോയ്സ്. നിറകുടം തുളുമ്പില്ല. എ മാൻ ഈസ് നോൺ ബൈ ദ കമ്പനി ഹി കീപ്സ്. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. എ ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ. എന്താണ്? പുത്തനച്ചി പുരപ്പുറം തൂക്കും. തൂക്കമല്ല, തൂക്കും. അടുത്തതിലേക്ക് പോവാം. റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ്. എന്താണ്? റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ് എന്നതിന് സമാനമായിട്ടുള്ള അർത്ഥമാണ്. എന്താണ്? റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുളുന്ന കല്ല്, കല്ലിന് എന്ത് സംഭവിക്കില്ല? അതിൽ കേടുപാടുകൾ അല്ലെങ്കിൽ പായല് പഞ്ഞം ഇതൊന്നും വരില്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇതിന് സമാനമായിട്ടുള്ള പഴമൊഴി ഏതാണ് മലയാളത്തിലേത്? ഉരുളുന്ന കല്ലിൽ പായൽ പിടിക്കില്ല. ഉരുളുന്ന കല്ലിൽ പായൽ പിടിക്കില്ല. അപ്പോൾ എന്താണ്? കൃത്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവോ വ്യക്തിയോ എന്താണെങ്കിലും അതിന് എന്താണ്? അതിൻ്റെ മേലെ പൊടി അഴുക്ക് അല്ലെങ്കിൽ കേടുപാടുകളൊന്നും സംഭവിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം, അതിനകത്ത് എന്തും ഉണ്ടായിരിക്കും? നല്ല ഒരു കൃത്യതയുള്ള തെളിച്ചമുള്ള മനസ്സും കൂടി ഉണ്ടായിരിക്കും എന്ന അർത്ഥം വരുന്ന ഒരു പഴമൊഴിയാണ്. എന്താണ് അതിൻ്റെ മലയാളത്തിലെ പഴമൊഴി? എന്താണ്? ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. അടുത്തത്, എ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ജോയ് ഫോർ എവർ. എന്താണ്? എ തിങ് ഓഫ് ബ്യൂട്ടി ഇസ് എ ജോയ് ഫോർ എവർ. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ഇതിന് സമാനമായിട്ടുള്ള പഴമൊഴിയാണ് സൗന്ദര്യം നിത്യാനന്ദകരമാണ്.
നമുക്ക് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങൾ അതിൻ്റെ മനോഹരമായ ലാൻഡ്സ്കേപ്പ് കാരണമായിരിക്കും ഫേമസ് ആയിരിക്കുക. അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസസ് നോക്കിയാൽ അറിയാം, കന്യാകുമാരിയിലെ സൂര്യോദയവും അസ്തമയവും എന്താണ്, അത് ആ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ വിശേഷമായ സൗന്ദര്യം കൊണ്ടാണ് അത് ഫേമസ് ആയിരിക്കുക. വേറെ എങ്ങും സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഇല്ലയുടെ, പക്ഷെ അവിടുത്തത് കാണാൻ ഭയങ്കരമായ ഭൗമമായ ഒരു സൗന്ദര്യം അവിടെ തോന്നിക്കുന്നു. അപ്പോൾ സൗന്ദര്യം എന്താണ്, നിത്യാനന്ദകരമാണ്. ആ സൗന്ദര്യം കാണുന്തോറും ആൾക്കാർക്ക് എന്തുണ്ടാകുന്നു, മനസ്സിനൊരു ആനന്ദം ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളെ സൂചിപ്പിക്കുന്ന പഴമൊഴിയാണ് ഇത്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് സൗന്ദര്യം എന്താണ്, നിത്യാനന്ദകരമാണ്. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. സൗന്ദര്യം നിത്യാനന്ദകരമാണ്. എനിക്ക് പനിയാണ് കേട്ടോ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പനി മാറാൻ. എ വാച്ച്ഡ് കെറ്റിൽ സെൽഡം ബോയിൽ. എന്താണ് എ വാച്ച്ഡ് കെറ്റിൽ സെൽഡം ബോയിൽ? ഒന്നിനു വേണ്ടി കാത്തിരുന്ന് മുഷിയുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്, എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്ന് മടുക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പഴമൊഴിയാണ് ഇത്. ഒരു വാച്ച്ഡ് ഒരു കെറ്റിൽ വെച്ച് ഞാൻ നോക്കിയിരിക്കുകയാണ്, നോക്കി ഇരുന്നു എന്ന് കരുതിയിട്ട് അത് തന്നെത്താനെ തീ കത്തി ആളി വെള്ളം തിളച്ച് കാപ്പിയായിട്ടോ ചായയായിട്ടോ മാറുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്നർത്ഥം. എന്തിനെങ്കിലും വേണ്ടി, ഒന്നിനു വേണ്ടി കാത്തിരുന്നു മുഷിയുക. റോളിംഗ് സ്റ്റോൺ ഗ്യാദേഴ്സ് നോ മോസ്. ഉരുളുന്ന കല്ലിൽ പായൽ പിടിക്കില്ല. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. സൗന്ദര്യം നിത്യാനന്ദകരമാണ്. എ വാച്ച്ഡ് കെറ്റിൽ സെൽഡം ബോയിൽ. ഒന്നിനു വേണ്ടി കാത്തിരുന്ന് മുഷിയുക എന്നർത്ഥം. ഇനി നോക്കിക്കോളൂ, അടുത്തത് നോക്കാം. വൈസ് എനിമി ഈസ് ബെറ്റർ ദാൻ എ ഫൂളിഷ് ഫ്രണ്ട്. സൂത്രനെ ഷേരുവിനെ അറിയത്തില്ലേടേ, നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അതിൽ എങ്ങനെയാണ് ഷേരു, എങ്ങനെയാണ് സൂത്രൻ ഇനി എത്ര വലിയ ഐഡിയാസും കൊണ്ട് വന്നാലും ഷേരു വന്ന് എന്ത് ചെയ്യും, അതിനെയൊക്കെ കുളമാക്കി ഇട്ടിട്ട് പോകും. അപ്പം നമുക്ക് തോന്നാം സൂത്രന് ഇത്രയും ബുദ്ധിയുള്ള സൂത്രൻ്റെ അത്രയും തന്നെ ബുദ്ധിയുള്ള വല്ലവരെയും കൊണ്ട് നടന്നുകൂടിയത്. പക്ഷെ നമുക്ക് ഷേരുവിനെയാണ് ഇഷ്ടം എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ വൈസ് എനിമി ഈസ് ബെറ്റർ ദാൻ ഫൂളിഷ് ഫ്രണ്ട്. അപ്പം കൂട്ടത്തിൽ ബുദ്ധിയുള്ള ആരെങ്കിലും കൊണ്ട് നടക്കുന്നതാണ് ബുദ്ധിയില്ലാത്ത ഫ്രണ്ടിനെയും കൊണ്ട് നടക്കുന്നതിനേക്കാളും നല്ലത് എന്ന് അർത്ഥം. എന്തുകൊണ്ടാണ്? ഇദ്ദേഹം ഉണ്ടാക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളും പരിഹരിക്കണം, ഇദ്ദേഹം ഉണ്ടാക്കുന്ന മണ്ടത്തരങ്ങളും നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് വിഡ്ഢിയായ, ഇതിൻ്റെ സമാനമായ പഴമൊഴി നോക്കാം. വിഡ്ഢിയായ ഒരു മിത്രത്തേക്കാൾ ബുദ്ധിമാനായ ഒരു ശത്രു ഭേദം. അടുത്തത് നോക്കാം. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. എന്താണ് ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്? അപ്പോൾ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ മൈക്കൊക്കെ വെച്ച് കവലയെ പോയി നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാളും എത്രയോ നല്ലത്, എത്രയോ മടങ്ങ് നല്ലതാണ് ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല പ്രവൃത്തി ഞാൻ ചെയ്തു കാണിക്കുക എന്നുള്ളത്. ഇങ്ങനെ അർത്ഥം വരുന്ന പഴമൊഴിയാണ്. ഇതിൻ്റെ മലയാളത്തിലെ അർത്ഥം എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ മലയാളത്തിലെ പഴമൊഴി എന്താണെന്ന് നോക്കാം. പ്രവൃത്തി വാക്കിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. പ്രവൃത്തി വാക്കിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ഇനി ആഡ് ഫ്യൂൽ ടു ഫയർ. ഇതാണ് ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്നു, അതിലേക്ക് ഞാൻ കുറച്ച് മണ്ണെണ്ണ അല്ലെങ്കിൽ കുറച്ച് ഡീസൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ കൊണ്ട് ഒഴിക്കുന്നു. തീ എന്തേ ഇവിടെ കെട്ടുപോകുമോ? ഇല്ല. അതെന്ത് ചെയ്യും? അത് കുറച്ചുകൂടി ആളിക്കത്തും. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ചെന്നിട്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം നടക്കുമ്പോൾ ഞാൻ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ചെന്നിട്ട് ഇവൻ അല്ലെങ്കിലും ശരിയല്ല, ഇന്നലെയും കൂടെ നിന്നെ പറ്റി അവൻ കുറ്റം പറഞ്ഞതേ ഉള്ളൂ എന്നൊരു വാക്കുകൂടി ഞാൻ പറഞ്ഞാൽ അവിടെ നടക്കുന്ന അടി എന്തായിട്ട് മാറും? കൊലപാതകമായിട്ട് കലാശിക്കും. അങ്ങനെ കഴിവുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, ചെറിയ ചെറിയ അടികളെ ലോകമഹായുദ്ധങ്ങളാക്കി തീർക്കാൻ പ്രാപ്തിയുള്ളവർ. അപ്പം അങ്ങനെയുള്ള മനുഷ്യന്മാരെ കുറിച്ച് അവരുടെ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നതാണ് ആഡ് ഫ്യൂൽ ടു ഫയർ. അതിൻ്റെ മലയാളം പരിഭാഷ എന്താണ്? എരിതീയിൽ എണ്ണ ഒഴിക്കുക. എരിതീയിൽ എണ്ണ ഒഴിക്കുക. ഈ പഴമൊഴി ഏതോ സായിപ്പും മലയാളിയും കൂടെ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കിയത് കൊണ്ട് ഒരേപോലെ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആഫ്റ്റർ എ സ്റ്റോം കംസ് എ കാം. എന്താണ് ആഫ്റ്റർ എ സ്റ്റോം കംസ് എ കാം? എന്ത് വരുന്നു?
എന്ത് വരും എന്നാണ് പറഞ്ഞിരിക്കുക? ഒരു വലിയ കാറ്റടിക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് അതിനുശേഷം ഒരു പ്രദേശത്ത് ഒരു വീടിനകത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മുറിക്കകത്താകട്ടെ വലിയ ബഹളം നടക്കുകയാണ്. ആ ബഹളത്തിന് ശേഷം വരുന്ന ഒരു ശാന്തതയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പഴമൊഴിയാണ്. നമ്മൾ പറയില്ല ഒരു മഴ പെയ്തൊഴിഞ്ഞതുപോലെ എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പഴമൊഴിയാണ് ആഫ്റ്റർ എ സ്റ്റോം കംസ് എ കാം. എന്താണ്? കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത. പണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യാറുണ്ടായിരുന്നല്ലേ. അപ്പം നോക്കാം, അല്ലേ കണക്ക് മാഷ് ഹോംവർക്ക് നോക്കുന്ന ദിവസം അതും ഇങ്ങനത്തെ ഒരു ദിവസമായിരിക്കും. എ വൈസ് എനിമി ഈസ് ബെറ്റർ ദാൻ എ ഫൂളിഷ് ഫ്രണ്ട്. വിഡ്ഢിയായ ഒരു മിത്രത്തേക്കാൾ ബുദ്ധിമാനായ ഒരു ശത്രു ഭേദം. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. പ്രവൃത്തി വാക്കിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ആഡ് ഫ്യൂൽ ടു ഫയർ. എരുതിയിൽ എണ്ണ ഒഴിക്കുക. ആഫ്റ്റർ എ സ്റ്റോം കംസ് എ കാം. കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത. നോക്കിക്കോ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പഴമൊഴിയാണ്. ഇത് പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞു തരേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്. എവിടെയെങ്കിലും ഒരു തിളക്കം കാണുന്നു എന്ന് കരുതി അത് എന്തായിരിക്കണമെന്നില്ല, സ്വർണ്ണമായിരിക്കണമെന്നില്ല. ചില വ്യക്തികളെ കാണുമ്പോൾ അവർ വളരെ നല്ല മനുഷ്യരായിട്ട് നമുക്ക് അവരുടെ കെട്ടും മട്ടും ഒക്കെ കണ്ട് തോന്നും. പക്ഷേ ശരിക്കും അവരങ്ങനെ ആയിരിക്കണമെന്ന്, സ്വഭാവം കൊണ്ട് അവരങ്ങനെ ആയിരിക്കണമെന്ന് ഇല്ല. ഇതിൻ്റെ മലയാളം പഴമൊഴി എന്താണ്? മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇനി അടുത്ത് നോക്കിക്കേ, an idle man's brain is the devil's workshop. എന്താണ്? an idle man's brain is devil's workshop. ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാതെ കുത്തിയിരിക്കുകയാണ്. അപ്പം അയാൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടും. ആലോചിച്ച് ഈ ലോകം തന്നെ തനിക്ക് എതിരാണെന്നും അതുകൊണ്ട് ഇവിടെയുള്ള മനുഷ്യന്മാരെ എല്ലാം കൊന്നുകളയാമെന്നൊക്കെ തോന്നും. അങ്ങനെയൊക്കെയാണ് സൈക്കോസൊക്കെ ജന്മം എടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും കർമ്മനിരതരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കണം. an idle man's brain is the devil's workshop. അലസമായ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണ്. an open secret. എന്താണ്? an open secret. ഒരു ഓപ്പൺ സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ രഹസ്യമെന്ന് കരുതുന്ന എന്നാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് an open secret എന്നുള്ള ഒരു ശൈലി, ഒരു പഴഞ്ചൊല്ല് ഉപയോഗിക്കുക. അതിൻ്റെ മലയാളം പഴഞ്ചൊല്ല് എന്താണ്? പരസ്യമായ രഹസ്യം. എന്താണ്? പരസ്യമായ രഹസ്യം. അടുത്ത നോക്ക്, an opportunity seldom knocks twice. എന്താണ്? ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടി 2 വട്ടം വന്ന് നിങ്ങളെ മുട്ടി വിളിക്കില്ല എന്ന് അർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് എന്ത്? an opportunity seldom knocks twice. അതിൻ്റെ മലയാളം എന്താണ് നോക്കാം. അവസരങ്ങൾ ഒരിക്കലേ വരൂ. ഇവിടെ നോക്കാം, all that glitters is not gold. മിന്നുന്നതെല്ലാം പൊന്നല്ല. an idle man's brain is the devil's workshop. അലസമായ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണ്. an open secret. പരസ്യമായ രഹസ്യം. an opportunity seldom knocks twice. അവസരങ്ങൾ ഒരിക്കലേ വരൂ. അടുത്ത നോക്കാം. നോക്കിയേ, അപ്പിയറൻസ് ആർ ഓഫൺ ഡിസെപ്റ്റീവ്. എന്താണ്? അപ്പിയറൻസ് ആർ ഓഫൺ ഡിസെപ്റ്റീവ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു വസ്തുവിനെ കാഴ്ച കൊണ്ട് വിലയിരുത്തരുത് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പഴഞ്ചൊല്ലാണ് അത്. അതിൻ്റെ മലയാളം എന്താണെന്ന് നമുക്കിപ്പോൾ ഏകദേശം ഊഹം കിട്ടിക്കാണും. എന്താണ്? അഴകുള്ള ചക്കയിൽ ചുളയില്ല. as the king saw the subject. എന്താണ്? as the king saw the subject എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ എങ്ങനെയാണോ ഒരു രാജ്യത്തെ രാജാവ് പെരുമാറുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ആ രാജാവിന് ഇങ്ങനെ ആകാമെങ്കിൽ എനിക്കും ആയിക്കൂടെ എന്നുള്ള രീതിയിലായിരിക്കും പ്രജയും പെരുമാറുക എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ്. അതിൻ്റെ മലയാളം എന്താണ്? യഥാ രാജ തഥാ പ്രജ. യഥാ രാജ തഥാ പ്രജ. ഇനി നോക്ക്, as you sow so you reap. എന്താണ്? നിങ്ങൾ എന്താണോ നിങ്ങൾ നട്ടുവെക്കുക അതായിരിക്കും എന്ത് ചെയ്യേണ്ടി വരുന്നത്? നിങ്ങൾക്ക് വിളവെടുക്കേണ്ടി വരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലത്തെ പഴഞ്ചൊല്ല് എന്താണ് മലയാളത്തിലത്? വിതച്ചതേ കൊയ്യൂ. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. എന്താണ്? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ മലയാളത്തിലെയും അർത്ഥം. എന്താണ്? കുരയ്ക്കും പട്ടി കടിക്കില്ല.
അപ്പിയറൻസ് ആർ ഓഫൺ ഡിസെപ്റ്റീവ്. അഴകുള്ള ചക്കയിൽ ചുളയില്ല. അസ് ദ കിങ് സോ ദ സബ്ജക്റ്റ്. യഥാ രാജ തഥാ പ്രജ. അസ് യു സോ യു റീപ്. വിതച്ചതേ കൊയ്യൂ. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. കുരയ്ക്കും പട്ടി കടിക്കില്ല. അടുത്ത നോക്കാം. ബെഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ്. എന്തിനെങ്കിലും വേണ്ടി യാചിക്കുന്ന ആൾക്കാർക്ക് അത് തന്നെ ഇന്നത് തന്നെ തരണം എന്ന് പറഞ്ഞ് യാചിക്കാനാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? ബെഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ്. എന്താ അതിൻ്റെ അർത്ഥം? സമാനമായ പഴമൊഴി ഏതാണ്? ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണരുത്. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണരുത്. ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് ബ്ലൂ സീ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, മലയാളത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതേ സമാന അർത്ഥം തന്നെയാണ്. എന്താണ്? ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിൽ. ചെകുത്താനും കടലിനും ഇടയിൽ. ബെറ്റർ ലേറ്റർ ദാൻ നെവർ എന്നാണ്. നമ്മളൊരു കാര്യം വൈകി ചെയ്യുന്നു എന്നതിലല്ല, ഒരിക്കലും ചെയ്യാതിരിക്കുന്നു എന്നതാണ് തെറ്റ്. അപ്പോൾ വൈകി ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ചെയ്യാതിരിക്കരുത് എന്ന അർത്ഥം വരുന്ന ഒരു പഴമൊഴിയാണ്. എന്താണ്? ഒരിക്കലും കിട്ടാത്തതിനേക്കാൾ നല്ലതാണ് താമസിച്ച് കിട്ടുന്നത്. റബ്ബർ കേട്ട എവിടെ? താമസിച്ച് കിട്ടുന്നത്. അടുത്ത നോക്കാം. ബേർഡ്സ് ഓഫ് സെയിം ഫെദർ ഫ്ലൈ ടുഗദർ. ബേർഡ്സ് ഓഫ് സെയിം ഫെദർ ഫ്ലൈ ടുഗദർ. എന്താണ്? ഒരുപോലെയുള്ള തൂവലുകളുള്ള പക്ഷികൾ ഒരുമിച്ച് പറക്കുന്നു എന്നാണ് അർത്ഥം. ഇതിനെ എങ്ങനെ മലയാളത്തിലാക്കാം? എങ്ങനെ സമാനമായ പഴമൊഴിയാക്കാം? ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കുന്നു. ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കുന്നു. നോക്കാം. ബെഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ്. എന്താണ്? ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണരുത്. ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് ബ്ലൂ സീ. ചെകുത്താനും കടലിനും ഇടയിൽ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. എന്താണ്? ഒരിക്കലും കിട്ടാത്തതിനേക്കാൾ നല്ലതാണ് താമസിച്ച് കിട്ടുന്നത്. ബേർഡ്സ് ഓഫ് സെയിം ഫെദർ ഫ്ലൈ ടുഗദർ. ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കുന്നു. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. എന്താണ്? ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറഞ്ഞാൽ രക്തത്തിന് വെള്ളത്തിനേക്കാളും കട്ടിയുണ്ട് എന്നാണ് പ്രത്യക്ഷാർത്ഥം. ശരിക്കും എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? മറ്റു ബന്ധങ്ങളെക്കാൾ അടുപ്പമുണ്ടാവുക രക്തബന്ധത്തിനാണ് എന്നാണ് അർത്ഥം. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള മലയാളം പഴമൊഴിയാണ് രക്തബന്ധത്തിനേ വിലയുള്ളൂ. രക്തബന്ധത്തിനേ വിലയുള്ളൂ. ബോറോഡ് ഗാർമെന്റ്സ് നെവർ ഫിറ്റ്. എന്താണ്? ബോറോഡ് ഗാർമെന്റ്സ് നെവർ ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മറ്റൊരാളുടെ വസ്ത്രം നമ്മൾ വാങ്ങിച്ച് ഇഷ്ടം, അത് കണ്ട് ഇഷ്ടം തോന്നിയിട്ട് നമ്മൾ വാങ്ങിച്ചിടുന്നു. നമുക്കത് ചേരണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആകാരത്തിനോ നമ്മുടെ സൈസിനോ ഒന്നും ഇണങ്ങുന്നതോ ആയിരിക്കണമെന്ന് ഇല്ല. ബോറോഡ് ഗാർമെന്റ്സ് നെവർ ഫിറ്റ് എന്നാണ് എന്താണ് അതിൻ്റെ പ്രത്യക്ഷാർത്ഥം. ഇനി അതിൻ്റെ അതിന് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു മറ്റൊന്നിനെ കണ്ടിട്ട് നമ്മൾ അതിനെ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതിനെ നമുക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് മേടിച്ച് നമ്മൾ അതുപോലെ ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? അത് ശരിയായി വരണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് ഇണങ്ങുന്നത് പോലെ അത് നമുക്ക് ഇണങ്ങണമെന്ന് ഇല്ല എന്നാണ് അർത്ഥം. എന്താണ്? ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ബ്രെഡ് ഇൻ ദ ബോൺ വിൽ കം ഔട്ട് ഇൻ ദ ഫ്ലഷ്. എന്താണ്? വാട്ട്സ്. എന്താണ്? ബ്രെഡ് ഇൻ ദ ബോൺ വിൽ കം ഔട്ട്സ് ഇൻ ദ ഫ്ലഷ് വാട്ട്സ്. എന്താണ്? ജാത്തിയാലുള്ളത് തൂത്താൽ പോകില്ല. നോക്കാം. അടുത്തത് നോക്കിക്കേ. എന്താണ്? ബ്രെഡ് ഇൻ ദ ബോൺ വിൽ കം ഔട്ട് ഇൻ ദ ഫ്ലഷ്. കേട്ടോ, ഇത് മിസ്റ്റേക്കാണ്, പിന്നെയും മിസ്റ്റേക്കാണ്, പോട്ടെ. ബ്രെഡ് ഇൻ ദ ബോൺ വിൽ കം ഔട്ട് ഇൻ ദി ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം എന്താണ്? ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല. ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല. ഇനി സീസേഴ്സ് വൈഫ് മസ്റ്റ് ബി എബോ സസ്പിഷൻ. എന്താണ്? സീസേഴ്സ് വൈഫ് മസ്റ്റ് ബി എബോ സസ്പിഷൻ എന്ന് പറഞ്ഞാൽ സീസറിൻ്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീതയായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തന്നെയാണ് മലയാളത്തിലുള്ള പഴമൊഴിയും. എന്താണ്? സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. രക്തബന്ധത്തിനേ വിലയുള്ളൂ. ബോറോഡ് ഗാർമെന്റ്സ് നെവർ ഫിറ്റ്. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ബ്രെഡ് ഇൻ ദി ബോൺ വിൽ കം ഔട്ട് ഇൻ ദി ഫ്ലഷ്. ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല. സീസേഴ്സ് വൈഫ് മസ്റ്റ് ബി എബോ സസ്പിഷൻ. സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം.
ക്യാരക്ടർ ഈസ് ഡെസ്റ്റിനി. എന്താണ്? ക്യാരക്ടർ ഈസ് ഡെസ്റ്റിനി. നമ്മൾ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സ്വഭാവമാണ്. നമ്മൾ കണ്ണി കാണുന്ന എല്ലാവരെയും, വഴിയെ പോകുന്നവരെയൊക്കെ പിടിച്ച് തല്ലുന്ന ഒരു സ്വഭാവക്കാരനാണെങ്കിൽ നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ചയുണ്ടാവാൻ അവർ സഹായിക്കുകയോ ചെയ്യുമോ? ഇല്ല. ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല. നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ക്യാരക്ടർ ഈസ് ഡെസ്റ്റിനി. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള മലയാള പഴമൊഴി എന്താണ്? പേനെടുക്കട്ടെ. സ്വഭാവമാണ് എല്ലാം. എന്താണ്? സ്വഭാവമാണ് എല്ലാം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. എന്താണ്? എവിടെ നിന്നാണ് തുടങ്ങേണ്ടുന്നത്? നമ്മളൊരു കരുണ ആരോടെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങേണ്ടുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ്. വീട്ടിലുള്ള ആൾക്കാരോടൊന്നും നമ്മൾ ദയയോടെ പെരുമാറാതെ പുറമേക്കിറങ്ങിയ ആൾക്കാരോട് മാത്രം ദയ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ ദയവുള്ള ഒരാളാണെങ്കിൽ അത് തുടങ്ങേണ്ടുന്നത് തൻ്റെ വീട്ടിനകത്തുള്ള സഹജീവികളിൽ നിന്നാണെന്ന് അർത്ഥം വരുന്ന പഴമൊഴിയാണ്. ഇതിനെ മലയാളത്തിൽ എന്ത് പറയും? കാരുണ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന്. ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. എന്താണ്? ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. എന്താണ്? ദൈവികതയ്ക്ക് തൊട്ടടുത്തുള്ള കാര്യമാണ് വൃത്തി എന്ന്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ വളരെ വൃത്തിയോടുകൂടി അടുക്കിപ്പിറക്കി വെച്ചിരിക്കുന്ന ഒരു വീടിനുള്ളിലേക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഒരു ദൈവിക സാന്നിധ്യം, ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്നാണ് ഈ പഴമൊഴി. അപ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ മലയാളം പഴമൊഴി എന്താണെന്ന് നോക്കാം. മാനസിക സംശുദ്ധിയാണ് ദൈവികത. ഇതിനെപ്പറ്റി ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്? വൃത്തിയുള്ള ശരീരത്തിലാണ് ഈശ്വരൻ കുടിയിരിക്കുന്നത്. ഇനി ക്രൈയിങ് ചൈൽഡ് ഗെറ്റ്സ് മിൽക്ക്. എന്താണ്? കരയുന്ന കുട്ടിക്ക് എന്ത് കിട്ടും? പാല് കിട്ടും. അല്ലെങ്കിൽ കരയാത്ത കുട്ടിക്ക് കിട്ടുമോ? കരയാത്ത കുട്ടിക്ക് വല്ലപ്പോഴും വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ആരെങ്കിലും കൊടുത്താലേ ഉള്ളൂ. പക്ഷെ കരയുന്ന കൊച്ചിന് ഉറപ്പായിട്ടും അപ്പം തന്നെ പാല് കിട്ടുമെന്നർത്ഥം. അതായത് തൻ്റെ ആവശ്യങ്ങളെ ഉന്നയിക്കുന്ന ആൾക്കാർക്കാണത് അതെന്ത് ചെയ്യാൻ കഴിയുക? സാധിച്ചെടുക്കാൻ കഴിയുക എന്ന് അർത്ഥം. അപ്പോൾ നോക്കൂ, അതിന് സമാനമായിട്ടുള്ള മലയാളം പഴമൊഴി എന്താണ്? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഒന്നുകൂടെ നോക്കാം. ക്യാരക്ടർ ഈസ് ഡെസ്റ്റിനി. സ്വഭാവമാണ് എല്ലാം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. കാരുണ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന്. ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. മാനസിക സംശുദ്ധിയാണ് ദൈവികത. ക്രൈയിങ് ചൈൽഡ് ഗെറ്റ്സ് മിൽക്ക്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കവേർഡ് ഡൈ മെനി ടൈംസ് ബിഫോർ ദെയർ ഡെത്ത്. ഒരു ഭീരു അയാൾ ശരിക്കും മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ മരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ മരിച്ചിട്ട് പിന്നെ എഴുന്നേറ്റ് വരും എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല. പിന്നെന്താണ്? ഓരോ സന്ദർഭത്തിലും അയാൾ പേടിക്കുന്ന ഓരോ സന്ദർഭത്തിലും അയാൾ മരണത്തെ എന്ത് ചെയ്യും? മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ജീവിക്കുക. അതുകൊണ്ട് അതിനെ ഭയന്ന് അയാൾ ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാൻ തയ്യാറാവുകയും ഇല്ല. കവേർഡ് ഡൈ മെനി ടൈംസ് ബിഫോർ ദെയർ ഡെത്ത്. അതിൻ്റെ അർത്ഥം എന്താണ്? നോക്കൂ. കവേർഡ് ഡൈ മെനി ടൈംസ് ബിഫോർ ദെയർ ഡെത്ത്. എന്താണ്? ഭീരുക്കൾ ഒരുപാട് തവണ മരിക്കുന്നു എന്നാണ് അർത്ഥം കേട്ടോ. ഭീരുക്കൾ ഒരുപാട് തവണ മരിക്കുന്നു. അടുത്ത നോക്കാം. കട്ട് യുവർ കോട്ട് അക്കോർഡിംഗ് ടു ദ ക്ലോത്ത്. എന്താണ്? നിങ്ങളുടെ വസ്ത്രത്തിനനുസരിച്ച് നിങ്ങളുടെ കോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അതിന് സമാനമായിട്ടുള്ള മലയാളം പഴമൊഴി ഏതാണ്? ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഡെത്ത് ലേസ് ഇറ്റ്സ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്സ് ടു. എന്താണ്? മരണം അതിൻ്റെ തണുത്ത കൈകൾ ആരുടെ മേലും വെക്കുമെന്ന്? രാജാവിൻ്റെ മേലും വെക്കാറുണ്ട് എന്നർത്ഥം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി മലയാളത്തിൽ ഇതിന് സമാനമായിട്ടുള്ള പഴമൊഴി എന്ന് വെച്ചാൽ മരണം ആരെയും വിടാറില്ല എന്നാണ് അർത്ഥം. ഇതിന് സമാനമായിട്ടുള്ള മലയാളം പഴമൊഴി ഏതാണെന്ന് ചോദിച്ചാൽ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. എവിടേക്ക് വേണമെങ്കിലും അത് കടന്നു വരാം എന്നാണ് അർത്ഥം. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. എന്താണ്? ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. ഒരു മുട്ട അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വിരിയാൻ വെച്ചിരിക്കുന്ന മുട്ടകൾ നോക്കിയിട്ട് അതിൽ നിന്ന് കോഴിക്കുഞ്ഞിൻ്റെ കണക്കെടുക്കാൻ പോകരുത് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ മുട്ട വിരിഞ്ഞ് വന്നാലേ കോഴി കുഞ്ഞെന്നാവുന്നുള്ളൂ. അല്ലെങ്കിൽ അതെന്താണ്? വിരിഞ്ഞതോ വിരിയാത്തതോ ആയിട്ടുള്ള മുട്ടകൾ മാത്രം. അതായത് പ്രതീക്ഷകളെ വെച്ച് പുലർത്തുക എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയതിന് ശേഷവും അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ വയ്ക്കുക. ഒന്നുകിൽ
ആ സംഭവം നടന്നു കഴിഞ്ഞിട്ടില്ല, നടക്കുമെന്നുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ അത് നടന്നു കഴിഞ്ഞതിന് ശേഷം അത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള പ്രതീക്ഷ. ഇതിനെ രണ്ടിനെയും സൂചിപ്പിക്കാനാണ് ഈ പഴമൊഴി ഉപയോഗിക്കുക. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച് എന്ന പഴമൊഴിക്ക് സമാനമായ മലയാളത്തിലെ പഴമൊഴിയാണ് ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കരുത്. നോക്കൂ, കവേർഡ് ഡൈ മെനി ടൈംസ് ബിഫോർ ദെയർ ഡെത്ത്. ഭീരുക്കൾ ഒരുപാട് തവണ മരിക്കുന്നു. കട്ട് യുവർ കോട്ട് അക്കോർഡിംഗ് ടു ദ ക്ലോത്ത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഡെത്ത് ലേസ് ഇറ്റ്സ് ഐസി ഹാൻഡ് ഓൺ കിങ്സ് ടു. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച്. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കരുത്. അപ്പോൾ പഴഞ്ചൊല്ലുകളുടെ തർജ്ജമ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിയും കുറച്ച് പഴഞ്ചൊല്ലുകൾ കൂടിയുണ്ട് ഇങ്ങനെ നോക്കാനുള്ള. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവ നിങ്ങൾക്ക് PDF ആയിട്ട് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുകൂടി വായിക്കുക, പഠിക്കുക, നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യുക. പഠിക്കുന്ന എല്ലാ ഭാഗങ്ങളും കൃത്യമായി ഓർത്ത് വയ്ക്കാനും പിന്നെ ആത്മാർത്ഥമായിട്ട് പഠിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.